ഹലോ ശൈലജമ്മ, വെൽക്കം ടു VMC മലയാളം. നമ്മുടെ ആറന്മുള അപ്പൻ്റെ അടുത്ത് അല്ല, ആറന്മുള അപ്പനല്ലേ ഇത്, മലയച്ചൻ കോവിലിൽ മാഡം VMCയുടെ സത്സംഗവും സസ്യാഹാര പ്രചാരവും സമൂഹ ധ്യാനമൊക്കെ കണ്ടക്ട് ചെയ്തു. അതുകൂടാതെ ഇന്നലെ അവിടെ രാത്രി എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ സത്സംഗം ഏർപ്പാടാക്കി എല്ലാവർക്കും രാത്രി ഭക്ഷണം ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇത്രയൊക്കെ ഈ തിരിച്ചറിവുകൾ, ഇത്രയും നല്ല ഈ ധ്യാനം മറ്റുള്ളവർക്കും കൂടി എത്തിക്കണം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാനും അതൊക്കെ ചെയ്യാനും എന്താണ് മാഡത്തിന്? VMCയിൽ വന്ന് VMCയിൽ വന്നതുകൊണ്ട് മാത്രം നടന്ന കാര്യങ്ങൾ ഇതൊക്കെ. പണ്ടും എനിക്ക് കരുണയും ദയവൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് VMCയിൽ സത്യത്തിൽ കിട്ടിയത്. തീർച്ചയായിട്ടും അത് തന്നെയല്ലേ. കരുണയും ദയയും സ്നേഹവും ഒക്കെ എനിക്ക് അന്ന് മുതലേ ഉണ്ട്. പക്ഷെ എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു, അതൊക്കെ നേർന്നു. പരിപൂർണത്വം വന്നത് ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതെ അതെ. യെസ്, ഓക്കെ. അപ്പോൾ എന്ത് മാറ്റമൊക്കെയാണ് മാഡത്തിൽ വന്നത്? ഇനി ജനങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയാ? എനിക്ക് മാറ്റങ്ങൾ വന്നത് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മനസ്സിനും ശരീരത്തിനുമാണ്. മനസ്സിന് എനിക്കിപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് വിഷമമായിട്ട് തോന്നാറില്ല. കാരണം അതൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല. ആദ്യ കാലത്തൊക്കെ എനിക്കുണ്ടായിരുന്നു അത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അമ്മയുടെ സഹോദരന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഇന്നത് അമ്മയോട് ഞാൻ മിണ്ടും, എനിക്ക് അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു വേദന എനിക്കില്ല. കാരണം അതെനിക്ക് മനസ്സിലായല്ലോ. പിന്നെ ആ സഹോദരന്റെ കാര്യം അതൊക്കെ തന്നെയാണ്. എനിക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്. അവരെന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ആ തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ കൃപ എനിക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പം നല്ല എന്താ പറയാ, എനിക്ക് എപ്പോഴും എൻ്റെ മക്കൾ തന്നെ എന്നെ ഇത് പറയുന്നുണ്ട്. എപ്പോഴും അമ്മ കഥ അടച്ചിട്ടിരുന്ന കണ്ണടച്ചിരിക്കുകയാണല്ലോ പരിപാടി എന്ന് പറയുന്നുണ്ട്. അവർക്കും അറിയാം എനിക്ക് വന്ന മാറ്റങ്ങളൊക്കെ. അതെ, ഏത് മാറ്റങ്ങളൊക്കെയാണ് അവർക്ക് പെട്ടെന്ന്? അതായത് കാരണം ഞാൻ ഈ 2 വർഷം മുമ്പ് വരെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. വർഷത്തിൽ 2 പ്രാവശ്യം അഡ്മിറ്റ് ആവും. മാസത്തിൽ പോകാത്ത ഒരൊറ്റ മാസം പോലും കാണത്തില്ല ഹോസ്പിറ്റലിൽ. കാരണം എനിക്ക് എന്നും എന്നാൽ വലിയ വലിയ രോഗങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ രോഗങ്ങൾ, സീമാജി പറയുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ രോഗങ്ങൾ, അത് കറക്റ്റ് കാര്യമാണ്. അപ്പൊ അതെനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഈ അയൽവക്കത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. എന്നും ഞാനൊരു സൂക്കേടുകാരിയാണ്. അല്ലാത്തൊരവസ്ഥ അവരെന്നെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആശുപത്രി തോന്നും കയറി ഇറങ്ങും. അടുത്ത ഒരു ഹോസ്പിറ്റലും ഇല്ല പോവാത്തത്. ഹോമിയോ ആയാലും ആയുർവേദം ആയാലും എല്ലാം. ആയുർവേദത്തിൽ മസ്റ്റായിട്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുക്കും, എന്നാലേ നിന്ന് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് മാറി. അതായത് ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതൊക്കെ നിന്നു. പിന്നെ നമ്മൾക്ക് അത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ധ്യാനം മുടക്കാൻ പാടില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. മുടക്കി കഴിഞ്ഞാൽ നമുക്കത് അത് കുറയുക തന്നെ ചെയ്യും. അതെ അതെ, അത് നമ്മള് സ്നേക്ക് ലാഡ്രസ് പോലെ ഏണിയും പാമ്പും. അതായത് ധ്യാനം ശക്തി കുറഞ്ഞാൽ പാമ്പ് പിടിക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളതിനെ അതിന്റെ ലോപം കാണിച്ചു തരും. അപ്പൊ അത് മുടങ്ങാതെ അതിനു വേണ്ടി സമയം എടുത്ത് ചെയ്യണം. എല്ലാവരും വെജിറ്റേറിയൻ ആവണം. നാവിന്റെ രുചി നോക്കാതെ നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിച്ച് നല്ല ഔന്നത്യത്തിലേക്ക് എത്തണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ സഹസ്രനാമം ഒന്ന് ചൊല്ലാൻ തുടങ്ങിയ സമയം ഒരു 3-4 ദിവസം കൊണ്ട് ആ സഹസ്രനാമം പൂർണ്ണമായിട്ട് കാണാതെ ചൊല്ലാൻ പഠിച്ച ഒരാളാണ്. എന്നുവെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇത് ഞാൻ ചൊല്ലി തുടങ്ങിയപ്പോൾ ഒരു 3-4 ദിവസം ആയപ്പോൾ തന്നെ ആ സഹസ്രനാമം എൻ്റെ ഹൃദയത്തിലായതാണ്. അർത്ഥമൊന്നും അറിയാതെ തന്നെ അത് ചൊല്ലുമായിരുന്നു. പിന്നെ വർഷങ്ങളോളം ഞാനത് ചൊല്ലിയും അതിന്റെയൊക്കെ ഫലം തന്നെയാണ് എനിക്ക് സീമാജിയെ കിട്ടിയത്. ധ്യാനത്തിലേക്ക് വരാൻ പറ്റിയത്. കാരണം അത് ഒരു ദിവസം 12 തവണ വരെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. സഹസ്രനാമം 12,000 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്. അത് ഇന്നും എനിക്ക് ഹൃദയം. പക്ഷെ ഇന്ന് ഞാൻ ആ സഹസ്രനാമം നിലവിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊഴുത് ഞാൻ പോകുന്നത് എൻ്റെ റൂമിലേക്ക് ധ്യാനത്തിലിരിക്കാനാണെന്ന്. ആ 1 മണിക്കൂർ സമയം സന്ധ്യാസമയത്ത് ഞാൻ മെഡിറ്റേഷനിലാണ്. അതെ, സഹസ്രനാമം ചൊല്ലുന്ന സമയം പ്രൊമോട്ടായി, പരിവർത്തനമായി. എനിക്കത് പൂർണ്ണ
പൂർണ്ണമായിട്ട് അറിയാം. പിന്നെ 3 മണിക്കുള്ള അത് തന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. സീമാജി പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ് 3 മണി മുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ബ്രഹ്മത്തെ അറിയേണ്ട സമയം നമ്മളാണ് തിരഞ്ഞെടുത്ത. അതെ, ബ്രഹ്മത്തെ അറിയാനായി നമ്മൾ ഉപക്രമിക്കുമ്പോൾ അത് ബ്രഹ്മമുഹൂർത്തമാവുന്നു. അങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ 3:30 എണീക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. എന്നാലും ഞാനത് മുടക്കാൻ പറ്റില്ല. മുടങ്ങിയാൽ അത് എന്നെ ശരിക്കും ബാധിക്കും. അതുകൊണ്ട് ഞാൻ അതിന് ഒരിക്കലും ജന്മം തീരുന്ന വരെ അത് ചെയ്യണം. അടുത്തൊരു ജന്മം ഇനിയും കിട്ടിയ അതിന് ആയി വരണം. അതാണ് ധ്യാനത്തെ ഇനിയും കൂടുതൽ പ്രചരിപ്പിക്കാനായി വരണം. ധ്യാനത്തെ പ്രചരിപ്പിക്കുക. കാരണം ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ പറയുന്നു. ഒരാള് എനിക്ക് എല്ലാവരെയും നമുക്ക് പരിപൂർണമായിട്ട് നമ്മൾ പരിപൂർണരല്ലല്ലോ. അപ്പൊ എല്ലാവരെയും നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല. എങ്കിലും ഞാനത് കുറച്ച് പറയും. എനിക്കത് പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോ ഭർത്താവോ ഒന്നും മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. അതിന് അവരെന്നെ അംഗീകരിക്കുന്നുണ്ട്. ഈ VMC അംഗീകരിക്കുന്നുണ്ട്. കാരണം അമ്മ ചെയ്തു. ഒരു പക്ഷെ അവരുടെ ജന്മം നമുക്കറിയില്ല, അവരുടെ സോൾ പ്ലാൻ എന്താ വന്നത്. അപ്പൊ അവരത് വരട്ടെ. നല്ല കുട്ടികളൊക്കെയാണ്. പക്ഷെ അത് അവരെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല. എനിക്ക് ഒരു ഉപദ്രവവും ഇല്ല. സമാധാനം അല്ലാതെ അവര് കണ്ണടച്ച് ധ്യാനം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവര് ആ സത്യമാർഗത്തിലുണ്ട്. സത്യത്തെ അംഗീകരിക്കാൻ കഴിവുള്ള മഹാശക്തരാണ്. അവർക്ക് ആ സമയം വന്ന് അവർ ഇരിക്കുകയും ചെയ്യും. ഈ എനർജി ഒക്കെ അവർക്ക് കണക്ട് ആവും. അതിന് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പിന്നെ ആ മക്കളും ആ ഭർത്താവും ഇവിടെ എത്ര പേര് നമ്മളെ കാണാൻ വന്നു. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനൊക്കെ സന്തോഷത്തോടു കൂടിയല്ലേ. ചെറിയ കാര്യമാണോ അമ്മ? അല്ലല്ല, ഒരിക്കലല്ല. എന്നെ എതിർത്ത് അവരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ സന്തോഷം അവർക്ക് ഒരുപാട് സന്തോഷം തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ അവരിവിടെ വന്നില്ല. അവർ വരും, തീർച്ചയായിട്ടും വരും. എവിടെ പോവാനാ? അതെങ്ങും പോകത്തില്ല. അവർ വരും, തീർച്ചയായിട്ടും വരും. പിന്നെ ഇന്നലെ അമ്പലത്തില് അതെ മൈക്ക് ചുറ്റും മൊത്തം വച്ച കാരണം ആ ഒരു സുജ്ഞാനങ്ങളെ ഈ ദേശം മുഴുവൻ കേട്ടിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. സസ്യാഹാരത്തെ കുറിച്ചിട്ടും കേട്ടിട്ടുണ്ട്. ദൈവിക ലക്ഷണങ്ങളെ കുറിച്ചും ധ്യാനത്തെ കുറിച്ചും ഇന്ന് വരെ ആരും പറയുന്നില്ലല്ലോ. സീമാജി പറയുന്ന പോലെ കർശനമായിട്ട് ആര് പറയുന്നുണ്ട്? ഞാൻ ആരെങ്കിലും കേൾക്കുന്നില്ല. കാരണം എല്ലാവരും ഒന്നും പറയും, നിങ്ങളത് കഴിക്കല്ലേ കേട്ടോ, കുടലിനെ നമുക്ക് നീളം കൂടുതൽ, അത് ദഹിച്ചു വരാൻ സമയം എടുക്കും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തറപ്പിച്ചു പറയുന്ന ഒരാളെ ഞാൻ സീമാജിയിലെ കണ്ടിട്ടുള്ളൂ. അതെ, ശർക്കര കഴിക്കരുത്. ദൈവം പറഞ്ഞ കാര്യം അത് ദൈവങ്ങൾ പറഞ്ഞ കാര്യമേ. പക്ഷെ ആരും ഇത് അവരെ ഓർമ്മിപ്പിക്കുന്നില്ല. അതിനെ ഇന്ന് തന്നെ കണ്ടില്ലേ, ഇന്ന് വന്നവരിൽ ആ പയ്യൻ തന്നെ പിന്നെ എത്ര നേരം നിർബന്ധിച്ചിട്ടാണ് അവൻ വന്നത്. വന്നു കഴിഞ്ഞത് ചെയ്ത് കഴിഞ്ഞപ്പോ അവന് മാറ്റം വന്നില്ല. ഭയങ്കര മാറ്റമായി. അതാണ് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്നെ എല്ലാവരും നന്നായി. കാരണം എല്ലാവർക്കും മറ്റുള്ളവരുടെ സന്തോഷവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങണമെങ്കിൽ അവരെ സുഖിപ്പിച്ച് സംസാരിക്കണം. അത് സീമാജി ചെയ്യുന്നില്ല. അത് വേണ്ട, അത് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ VMCയിൽ തുടരുന്നത്. പലരും അതെ, ഞാൻ ശരിക്കും അവരെ സംതൃപ്തിപ്പെടുത്തി അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നില്ലെന്ന് കരുതി പോകുമ്പോഴും മേഡത്തെ പോലുള്ള സുഹൃതികള് ഇങ്ങനെയായിരിക്കണം സത്യം പറയേണ്ടത് അല്ലേ? അതുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് വേണ്ട, ഈശ്വരന്റെ പ്രകൃതിയുടെ സ്നേഹം മതി എന്നല്ലേ സീമാജി തീരുമാനിച്ചു. അതാണ് നല്ലത്. അവിടെ കള്ളത്തരങ്ങളില്ലല്ലോ. ആ കള്ളത്തരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് സീമാജി ഒരുപാട് ഉന്നതിയിലേക്ക് എത്തും. കാരണം സീമാജി എത്തിയേ പറ്റും. അത് പ്രപഞ്ചത്തിന്റെ ഒരു തീരുമാനം. നമ്മളെല്ലാവരും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഒന്നിച്ചാ പോകുന്നേ. സത്യമാർഗത്തിൽ ഇവിടെ ചേരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ തുടരാൻ അതിന്റെ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിൽ തുടരുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യം. മഹാശക്തി സ്വരൂപിണികൾക്ക് മാത്രമേ പറ്റൂ VMCയിൽ തുടരാൻ. എന്നെ പോലെ ഒരാളെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്നും അംഗീകരിക്കാനും പറ്റില്ല. നല്ല മൂർച്ചയാണ് സത്യത്തിന്റെ ഭാവത്തിനും ഭാഷയ്ക്കും. അപ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ മഹാശക്തി സ്വരൂപിണികൾക്കേ പറ്റുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാ പോകുന്നേ ഔന്നത്യത്തിലേക്ക് അല്ലേ, സത്യമാർഗത്തിലേക്ക്. താങ്ക് യു. ഇനിയും എനിക്ക് ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെയും സ്കൂളുകളിലും ഒക്കെ എനിക്ക് ചോദിക്കണം, അവരോടൊക്കെ യാചിക്കണം. കാരണം ഒരു കുട്ടികളും നശിക്കരുതെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും ഒക്കെ ആദ്യം അവർക്കാണ് മെഡിറ്റേഷൻ ആവശ്യം. അത് കൊടുത്തിട്ട് ചെയ്യണം. ഞാനതിന് വേണ്ടിയിട്ട് ഇറങ്ങണം. എനിക്കൊരു കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ബുദ്ധിമുട്ട്. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. മേഡത്തിന്റെ ഈ സങ്കല്പമൊക്കെ ദിവ്യസങ്കല്പം അല്ലേ, ഒക്കെ പ്രകൃതിയിലേക്ക് പോവാമേ. എല്ലാം പ്രകൃതി ഏറ്റെടുക്കുന്ന ഒരു സമയം വരും.
അല്ലേ? ഇപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് അന്ന് പറഞ്ഞു, വന്നില്ലേ? അതും വെറുതെ വന്ന് പോവുകയാണോ? അമ്പലത്തിൽ ക്ലാസ്, വീട്ടിൽ ക്ലാസ്, സത്സംഗങ്ങൾ, അല്ലേ? എത്ര പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്തു. സീമാജി ഒന്നും ആരെയൊന്നും ആശിക്കുന്നില്ലല്ലോ. ഇന്നത്തെ ലോകത്ത് ആശിക്കാതെ എന്തെങ്കിലും ഒരാഗ്രഹം വെക്കാതെ ആരും ഇത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഒന്നും അമ്മയും മക്കളും തമ്മിലാണെങ്കിൽ പോലും അതിലും ഒരു കരാറുകളാണ് ഇന്നത്തെ ലോകത്ത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് സീമാജി എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഒന്നും ആശിക്കുന്നില്ല. നിങ്ങളൊക്കെ നന്നാവ്, ഇത് മാത്രമേ രക്ഷപ്പെട്ടോളി, അത് മാത്രമാണല്ലോ വലിച്ച് തൊണ്ട പൊട്ടി പറയുന്നുണ്ടല്ലോ. എന്നിട്ടും മനുഷ്യനെ അറിയുന്നുണ്ടല്ലോ, ഒരുപാട് പേര് മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതെ അതെ, VMC തുടങ്ങുമ്പോഴത്തെ മൂവ്മെന്റ് അല്ല, ഇപ്പോൾ വിപ്ലവാത്മകമായിട്ട് വികസിച്ചു. സത്യത്തെ ഉൾക്കൊള്ളാൻ തുടങ്ങി, സത്യത്തെ ആചരിക്കാൻ തുടങ്ങി, അംഗീകരിക്കാൻ തുടങ്ങി. അപ്പോൾ മാറ്റം വന്നു തുടങ്ങിയല്ലേ അമ്മേ? അപ്പോൾ സന്തോഷം. ഒരുപാട് നന്ദി ശൈലജമ്മ. ആറന്മുളയിൽ ഇത്രയും വലിയൊരു ആധ്യാത്മിക വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാനൊരു ദീപമായതിന് നന്ദി. ഒരുപാട് പേരിൽ തിരിച്ചറിവുണ്ടാവട്ടെ. കാരണം എനിക്ക് ഇതിന് ഒരവസരം സീമാജി തന്നല്ലോ, അതിന് നന്ദി. വന്ന എല്ലാ ആത്മസ്വരൂപർക്കും നന്ദി. യെസ്, അതെ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. അയ്യോ യെസ്, താങ്ക് യു മാ, ലവ് യു. മാമിനും മാമിൻ്റെ കുടുംബത്തിനും പൊന്നു മക്കൾക്കും ശശിയേട്ടനും കുഞ്ഞാവയ്ക്കും എല്ലാവർക്കും നന്ദി. മരുമോൾക്കും ആൺകുട്ടികൾക്കൊക്കെ നന്ദി. ഓക്കെ അമ്മ, മാഡത്തിനെ സപ്പോർട്ട് ചെയ്ത ഈ സഹോദരിമാർക്ക്, അതല്ലേ ആ 4 സഹോദരിമാർക്ക്, അമ്മയ്ക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു മാ, ലവ് യു മാ.